നൈറ്റ് പൂർണ്ണമാകുന്ന ഒരു ദിവസത്തിന്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം. മനുഷ്യൻ അഭിനയിക്കാത്ത മുഹൂർത്തം. വികാരങ്ങളും വിചാരങ്ങളും നിശ്ചലമാകുന്ന നിശ. ഈ വേളയിൽ ഡ്രം തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു സാക്ഷി. ഞാൻ സാക്ഷി, ഈ ഭാരതത്തിലെ സാക്ഷി. എന്റെ കാഴ്ചകൾ യുവത്വത്തിൻ്റെതാണ്, യുവാക്കളുടേതും യുവതികളുടേതുമാണ്. ഞാൻ നിങ്ങളെ എന്റെ ദൃശ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്, സുന്ദര ദൃശ്യങ്ങളിലേക്ക്. ആദ്യമായി കലാലയ രാഷ്ട്രീയത്തിലേക്ക്. രാഷ്ട്രം പടുത്തുയർത്തേണ്ട, നാളെയുടെ ഭരണചക്രം തിരിക്കേണ്ട യുവത്വം. ആ യുവത്വത്തിന്റെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ കഴിഞ്ഞ കലാലയ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച PC സ്ഥാനാർത്ഥി ഷിബു സക്രിയയ്ക്ക് അഭിവാദ്യങ്ങൾ. ഉയർത്തി കലാലയം പൊട്ടിക്കുന്ന അവസ്ഥയായി. തല്ലുകൊണ്ടും നീര് വെച്ചും യുവാക്കൾ പഞ്ഞിക്കെട്ടുപോലെ. എന്തോ നേടിയ പോലെയാണ് ചിലർ. പണ്ടെങ്ങോ കേട്ട പോലെ നല്ല തല്ല് വീട്ടീന്ന് കിട്ടിയാൽ നാട്ടീന്ന് കിട്ടില്ല. ആ സംഭവാമി യുഗേ യുഗേ. ഇനിയുള്ള സാക്ഷ്യം ഒരു ദിനചര്യയാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിനചര്യ. ദുഃഖമായാലും സന്തോഷമായാലും മലയാളിയുടെ അടുത്ത കൂട്ടുകാരൻ. നമുക്ക് ഇതൊന്ന് കണ്ടാലോ? സാറേ, ഒരു കുറഞ്ഞ പൈന്റ്. നീ അറിഞ്ഞു ചേട്ടാ, ഒരു തീപ്പെട്ടി. ആകാശവാണി തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാർട്ടി സെക്രട്ടറിയുടെ നിർബന്ധത്തിന് സർക്കാർ വഴങ്ങി. നാളെ മുതൽ കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടും. കുടിച്ച് കരള് വീർത്ത് പ്രസവിക്കാറായി. എന്നാലും മാറാൻ തയ്യാറല്ല. പെണ്ണും മോശമല്ല. ഹരം പിടിച്ച് ജീവിതം ഹരിച്ചും കുറച്ചും വെച്ച അവസ്ഥയായി. ആ മാറുമായിരിക്കും. കായിക രംഗത്തെ വികസനങ്ങൾ അവഗണിക്കാൻ സാക്ഷിക്കാവില്ല. ഭാരത സംസ്കാരത്തിൽ കായികത്തിന് സ്ഥാനം ചെറുതുമല്ല. അതുകൊണ്ട് തന്നെ പരിഷ്കരിക്കപ്പെട്ട കായിക ലോകത്തെ നമുക്കൊന്ന് കണ്ടു കളയാം. കേരളയുടെ അമ്മയും ഡൽഹിയുടെ ഡൈനോസും തമ്മിലുള്ള ആവേശപൂർണമായ മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്റ് ചെയ്യുന്നത് ഡൽഹിയുടെ ഡൈനോനും പന്ത് പിടിച്ചിരിക്കുന്നത് അമ്മയുടെ നായരുമാണ്. നായരുടെ മനോഹരമായ ബോൾ അതാ സിംഗിൾ നേടിയിരിക്കുന്നു. 15ാം ഓവറിന്റെ അവസാനത്തെ ബോൾ പന്തുമായി അമ്മയുടെ നായർ കുതിക്കുന്നു. ബോൾ അതാ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക്. അതൊരു ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു. അതിനെ സിക്സ് തന്നെ വിശേഷിപ്പിക്കാം. വേദിയിലും സമൂഹത്തിലും പോരാത്തത് കളിക്കളത്തിലും സ്ത്രീ പ്രദർശന വസ്തുവായി. മുന്നും മൂടുമിളക്കി മക്കളെ മത്സരങ്ങൾക്കും മറ്റും പ്രാപ്തരാക്കാൻ വീട്ടമ്മമാർ മത്സരിക്കുന്നു. സച്ചിനും ധ്യാൻചന്ദും കളിച്ചു വളർന്ന കായിക സംസ്കാരം ഇന്ന് പണത്തിനും പ്രതാപത്തിനും വേണ്ടി കിടപിടിക്കുന്ന മത്സര ബുദ്ധികളുടെ കാലം. കാലം പോയ പോക്കേ.
സമരം, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരം. നിങ്ങൾ കണ്ടിട്ട് പറ ഇതെന്തിനാണെന്ന്. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ കട്ടിവരി കൂട പൂരിടാ വരിയെ കട്ടിവെക്ക് കട്ടിപ്പൂടിടാ. ജനാർദ്ദൻ. ബ്രോയൊക്കെ സ്കൂട്ടായിക്കാം. ഇത് പിള്ളേരുടെ സമരമാണ്. ഇല്ലേ നാറും. ഓഹോ, പോണമല്ലേ? ആ, അത് ശരി. എങ്ങോട്ടാണോ ഞാൻ പോകണ്ടേ? ഈടോ പറയണോ? ഈടോ പറയാൻ പാരമാ സ്വാമിനാഥാ, ഏറി വാടാ മക്കളെ. കണ്ടോടാ മക്കളെ, പിള്ളേരിവിടെ കെട്ടിപ്പിടി സമരം നടത്തുക. ചോദിച്ചപ്പോ എന്നെയും നാറ്റിക്കുമെന്ന്. ഇത് ന്യൂ ജനറേഷൻ ആണ്. ബ്രോയും നാറും മച്ചാന്മാരും നാറും. ഓഹോ, നീയൊക്കെ നാറ്റിക്കും. എന്റെ ബാലരാമൻ കെട്ടിപ്പിടിച്ചില്ല, എന്റെ പ്രേമാനന്ദൻ സ്വാമിനാഥൻ കെട്ടിപ്പിടിച്ചില്ല. എടാ മക്കളെ, ഇവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു വിട്ടേരെ. പോടാ പോടാ, വീട്ടിൽ പോടാ. യുവാക്കളുടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം കണ്ടെത്തി. ചുംബനവും ആലിംഗനവും. യഥാർത്ഥത്തിൽ ഈ ജനതയ്ക്ക് ഇത് എന്ത് പറ്റി? സ്നേഹപ്രകടനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സമരമുറയുടെ ആവശ്യമുണ്ടോ? പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന പോലെയുണ്ട് കണ്ടിട്ട്. ഇതിനു പുറമെ സദാചാരവും അതിനൊരു പോലീസും. ആണും പെണ്ണും ഒന്നിച്ചു നിന്നാൽ ഈ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. ചിന്തിക്കേണ്ട സമയമായി. മാധ്യമങ്ങൾ ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി അടുത്തത്. കുറഞ്ഞത് ഒരു ബലാത്സംഗം പോലും ഇല്ലാതെ ഭാരതത്തിന് ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായി. പുരുഷന്റെ മാനസിക വൈകാര്യതയും കാമഭ്രമവുമാണ് കാരണമെന്ന് ചിലർ, സ്ത്രീകൾ തന്നെയാണ് കാരണമെന്ന് മറ്റു ചിലർ. എന്തായാലും ഇതൊന്ന് കണ്ടു കളയാം. പ്രതികരിക്കാൻ സാക്ഷിക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് സാധിച്ചു. കാലത്തിനുണ്ടായ ഗുണമുള്ളൊരു മാറ്റം. കാമവറിയന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കാഴ്ച. എന്തായാലും സാക്ഷിക്ക് മടങ്ങും മുമ്പ് ആശ്വസിക്കാനുള്ളൊരു കാഴ്ചയായി. ഈ ഭൂമിക്കും നിങ്ങൾക്കും എന്റെ പ്രണാമം. ഉപകാരസ്മരണകൾ. സ്പെഷ്യൽ താങ്ക്സ് ടു നോബിൾ സ്റ്റുഡിയോ PH7. തൊള്ള തുറന്നവർ. സിദ്ധാർത്ഥ് പങ്കു, അടൂർ ഗ്യാസ്, ആശാനനു, പ്രകാശം പരത്തിയവൻ. ടിൻഡിൻ JTB, അറ്റകുറ്റപ്പണി. ജോയൽ ക്യാസി, മോടി പിടിപ്പിച്ചവർ. ബഡാക്കിരൺ, ചേരവിഷ്ണു, കർട്ടൻ വലിക്കുന്ന ആൾ. പിള്ള ജിമ്മി പാമ്പാടി, സ്റ്റേജിലെ തോന്നിവാസം. റം ട്രിപ്ലക്സ്. ഈ തോന്നിവാസങ്ങളുടെ സന്തോഷ് പണ്ഡിറ്റ്. അയ്യോ ഹച്ച് ആരി.